ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മള് ഇന്ന് സോഷ്യൽ സയൻസിലെ പുതിയ ചാപ്റ്റർ പഠിക്കുകയാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ട്രൈബൽസ്, ദിക്കൂസ് ആൻഡ് ദ വിഷൻ ഓഫ് എ ഗോൾഡൻ ഏജ്. ട്രൈബൽസ്, ദിക്കൂസ് ആൻഡ് ദ വിഷൻ ഓഫ് എ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നതാണ് നമ്മുടെ ചാപ്റ്റർ. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ട്രൈബൽസിനെ പറ്റി പഠിക്കാനുണ്ട്. ഈ പേര് ഡിക്കൂസ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണോ? ഡിക്കൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രൈബൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോറസ്റ്റ് റിലേറ്റ് ചെയ്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് അല്ലെ. ഫോറസ്റ്റും അതുമായിട്ട് ഫോറസ്റ്റിനോട് കൂടുതൽ ഒരു ബന്ധം പുലർത്തി ജീവിക്കുന്ന ആൾക്കാരാണ് ട്രൈബൽസ് അല്ലെ. അപ്പം ഇവരുടെ ഇടയിലേക്ക് എന്താണ് കുറച്ച് ഔട്ട്സൈഡേഴ്സ് വരികയാണ് അല്ലെ. കുറച്ച് ഔട്ട്സൈഡേഴ്സ് വരികയാണ് അവരുടെ ലൈഫ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇന്റർഫിയർ ചെയ്തിട്ട് അല്ലെ. അവർക്ക് ഉണ്ടായിരുന്ന ട്രൈബൽസിന്റെ ഇടയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഫോറസ്റ്റില് കുറച്ച് പുറത്തുനിന്ന് ആൾക്കാർ വരികയാണ്. അവരെയാണ് ഡിക്കൂസ് എന്ന് പറയുന്നത്. അതിനകത്ത് ബ്രിട്ടീഷുകാരാണ് അല്ലെ മെയിൻ ആയിട്ട് വരുന്നത് അല്ലെ. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിലേക്ക് പുറത്തുനിന്ന് വരുന്ന ആൾക്കാര്. അതുപോലെ തന്നെ ട്രൈബൽസിന്റെ ഇടയിൽ കുറച്ച് മണി ലെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാര്, അല്ലാന്നുണ്ടെങ്കിൽ ട്രേഡേഴ്സ്. അപ്പം ഇവരുടെയൊക്കെ അല്ലെ ഫോറസ്റ്റുമായിട്ട് അടുത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ട്രൈബൽസിന്റെ ഇടയിലേക്ക് വരുന്ന ഔട്ട്സൈഡേഴ്സിനെയാണ് എന്ത് പറയാ? ഡിക്കൂസ് എന്ന് പറയുന്ന ആൻഡ് ദ വിഷൻ ഓഫ് എ ഗോൾഡൻ ഏജ്. അപ്പം ഇതാണ് നമ്മള് പഠിക്കുന്ന പുതിയ ചാപ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചാപ്റ്റർ. ഓക്കെ, സോ in 1895 a man named ബിർസ. ഓക്കെ, പേര് നിങ്ങൾ പഠിക്കണം. ബിർസ മുണ്ടയാണ് ഉദ്ദേശിക്കുന്നത്. In 1895 a man named ബിർസ was seen roaming the forest and villages of Chota Nagpur in Jharkhand. ഈ സ്ഥലങ്ങള് വൃത്തിയിൽ നിങ്ങൾ ഓർത്തു വെക്കണം. ചോട്ടാ നാഗ്പൂർ അല്ലെ, ആ സ്ഥലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരുടെ സ്ഥലമാണ്? ബിർസയുടെ സ്ഥലമാണ് അല്ലെ. ബിർസ മുണ്ടയുടെ സ്ഥലമാണ്. In 1895 a man named Birsa was seen roaming the forest and villages of Chota Nagpur in Jharkhand. People said he had miraculous powers. അല്ലെ, ആൾക്കാർ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് നല്ല പവേഴ്സ് ഉണ്ട്. ഹി കുഡ് ക്യൂർ ഓൾ ഡിസീസസ് ആൻഡ് മൾട്ടിപ്ലൈ ഗ്രെയിൻ അല്ലെ. അദ്ദേഹത്തിന് ഒരുപാട് സൂപ്പർ പവേഴ്സ് ഉണ്ട്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ ഡിസീസസും ഒക്കെ ക്യൂർ ചെയ്യാനുള്ള അല്ലെ, എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്യൂർ ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ ഉള്ള ആളാണ് ബിർസ എന്ന് പറയുന്ന ആളെന്നാണ് ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. Birsa himself declared that God has appointed him to save his people from trouble, free them from the slavery of Dikus. Okay, അപ്പം ബിർസ തന്നെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബിർസ himself declared that God has appointed him to save his people from trouble. അദ്ദേഹം തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ദൈവം അദ്ദേഹത്തെ അയച്ചതാണ്. എന്തിനു വേണ്ടിയിട്ട് അയച്ചതാണ്? ആളുകൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ അയച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഫ്രീ ഫ്രം ദ സ്ലേവറി ഓഫ് ഡീക്കൂസ് അല്ലെ. ഡീക്കൂസിന്റെ എന്തെങ്കിലും സ്ലേവറീസ് അല്ലെ, ഔട്ട്സൈഡേഴ്സ് ആണ് ഡീക്കൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പം ഈ ട്രൈബൽസ് എന്ന് പറയുന്ന ആൾക്കാര് ഫോറസ്റ്റ് റിലേറ്റ് ചെയ്ത് അത് അവരുടെ സ്വന്തമായിട്ട് അവർ കണക്കാക്കിയിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അപ്പം ഇവരുടെ ഇടയിലേക്ക് അല്ലെ, ഇവരുടെ ഇടയിലേക്ക് പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വരികയാണ്, ഇവരുടെ ജീവിതത്തെ ഇന്റർഫിയർ ചെയ്യാണ്. അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആളുകളുടെ ബുദ്ധിമുട്ടുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ദൈവം പറഞ്ഞയച്ചിട്ടുള്ള ഒരാളാണ് എന്നാണ് ബിർസ സ്വയം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. And soon thousands began following Birsa, believing that he was Bhagwan അല്ലെ. ബിർസ ഭഗവാനാണ് and had come to solve all their problems. അവരുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം അയച്ചിട്ടുള്ള ഒരു ഭഗവാനാണെന്നാണ് എന്തായിട്ടുള്ളത് ആൾക്കാര് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. And Birsa was born in a family of Mundasa tribal group, okay, that lived in Chota Nagpur. But his followers include other tribals of the religion, Sandals and Orions. അപ്പം ബിർസ എന്ന് പറയുന്നത് മുണ്ടാസ ട്രൈബലിലുള്ള ആളായിരുന്നു. ഓൾസോ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് സാന്താൾസും ഒറായൺസ് എന്നൊക്കെ പറയുന്ന വേറെയും കുറെ ട്രൈബൽസിൽ കുറെ വകഭേദങ്ങളുണ്ട് അല്ലെ. അപ്പം അതിൽ പെട്ട ആൾക്കാരൊക്കെ ആയിരുന്നു അവരുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. All of them in different ways were unhappy with the changes they were experiencing and the problems they were facing under British rule. So all of them in different ways were unhappy with the changes they were experiencing and the problems they were facing under British rule. എന്തൊക്കെ റൂളുകളായിരുന്നു ബ്രിട്ടീഷുകാര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്?
ഈ ട്രൈബൽസിന്റെ ഇടയിൽ, ഈ സാന്താൾസിന്റെ ഇടയിൽ, ഈ ബിർസ മുണ്ടയുടെ ആ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ അല്ലെ, അവർക്കിടയിൽ ബ്രിട്ടീഷുകാർ കുറച്ച് റൂള് കൊണ്ടുവരികയാണ്. ഓക്കെ, അത് അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. their familiar ways of life seemed to be disappearing. Their livelihoods were under threat and their religion appeared to be in danger. അപ്പം അവരുടെ റിലീജിയൻ എന്താവാണ്, ഡേഞ്ചറിലേക്ക് പോവാണ് അല്ലെ. അവരുടെ പുറത്തുനിന്ന് കുറച്ച് ഡീക്കൂസ് അല്ലെ, കുറച്ച് ഔട്ട്സൈഡേഴ്സ് വരുന്നുണ്ട്, ബ്രിട്ടീഷ് റൂള് വരുന്നുണ്ട്. അപ്പം അവരുടെ ലൈഫിന് അതൊരു പ്രശ്നമായിട്ട് മാറുകയാണ്. ഓക്കെ, and most tribes had customs and rituals that were very different from those laid down by Brahmins, and these societies also did not have the sharp social divisions that were characteristics of caste societies. എന്താ പറഞ്ഞിട്ടുള്ളത്, most tribes had customs and rituals that were very different from those laid by the Brahmanas അല്ലെ. അപ്പം ബ്രാഹ്മണാസിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കസ്റ്റംസും കുറച്ച് ബിലീഫ്സ് ഒക്കെ ആയിരുന്നു ഈ ട്രൈബൽസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് these societies also did not have the sharp social divisions that were characteristics of caste societies. അതുപോലെ തന്നെ ഇവരുടെ ഇടയിൽ വലിയൊരു സോഷ്യൽ ഡിവിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. നമ്മുടെ കാസ്റ്റിന്റെ ഒരു ഡിവിഷൻ പോലെ അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഡിവിഷൻ ഒന്നും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. And all those who belonged to the same tribe thought of themselves as sharing common ties of kinship അല്ലെ. അപ്പൊ അവരുടെ ഇടയിലുള്ള ഒരു ബോണ്ടാണ് അവിടെ പറയുന്നത്. And however, this did not mean that there were no social and economic within the tribes. economic differences within the tribes. അപ്പം അവരുടെ ഇടയിൽ കാസ്റ്റിന്റെ അല്ലെങ്കിൽ എന്താ വേറൊരു രീതിയിലുള്ള ഡിഫറൻസസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ പോലും അവരുടെ ഇടയിൽ കുറച്ചൊരു സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ വലിയ രീതിയിലുള്ള ആ ഒരു കാസ്റ്റിന്റെ ഒരു ഡിഫറൻഷിയേഷൻ അങ്ങനത്തെ രീതിയിലുള്ള സെപ്പറേഷൻസ് ഒന്നും അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. Okay, and how did tribal groups live? എങ്ങനെയായിരുന്നു ട്രൈബൽ ഗ്രൂപ്പ്സ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്? How did tribal groups live? By the 19th century, tribal people in different parts of India were involved in a variety of activities. 19th century ആയ സമയത്ത് by 19th century, tribal people in different parts of India were involved in a variety of activities. ഇന്ത്യയിലെ ട്രൈബൽ പീപ്പിള് 19th സെഞ്ചുറി ആയപ്പം ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലായിരുന്നു ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നത്. സം ഓഫ് ദം പ്രാക്ടീസ്ഡ് ജം കൾട്ടിവേഷൻ. കുറച്ച് ആൾക്കാർ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പൊ ഫസ്റ്റ് കാറ്റഗറി എന്തായിരുന്നു? സം ഓഫ് ദം പ്രാക്ടീസ്ഡ് ജം കൾട്ടിവേഷൻ. അവര് ജം കൾട്ടിവേഷൻ പ്രാക്ടീസ് ചെയ്തു. എന്തായിരുന്നു ജം കൾട്ടിവേഷൻ? ദാറ്റ് ഈസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അപ്പൊ ജം കൾട്ടിവേഷൻ പറയുന്ന വേറെ പേരെന്താ മക്കളെ? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. എന്താ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് this was done on small patches of land, mostly in forest. അപ്പം അത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അഥവാ ജം കൾട്ടിവേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരായിരുന്നു. ട്രൈബൽസിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലുതാണ് അല്ലെ. ഒരുപാട് മരങ്ങളുള്ള, ഒരുപാട് ജീവജാലങ്ങളുള്ള അല്ലെ, ഒരുപാട് തരത്തിലുള്ള മരങ്ങളുള്ള ഒരു വലിയ സംഭവമാണ് അല്ലെ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ജം കൾട്ടിവേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു പാച്ച് ഓഫ് ഫോറസ്റ്റ് അല്ലെ, ഫോറസ്റ്റിന്റെ കുറച്ച് ഭാഗം എടുത്തും അവിടെ കൾട്ടിവേഷൻ നടത്തും. എങ്ങനെയാ അവര് കൾട്ടിവേഷൻ നടത്തിയിട്ടുണ്ടെന്ന് നോക്കിക്കേ. This was done on small patches of land, mostly in forest. The cultivators cut the tree tops to allow sunlight to reach the ground. അല്ലെ, കൃഷി ചെയ്യുന്ന ആൾക്കാര് ജം കൾട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാര് എന്ത് ചെയ്യും? അവര് ട്രീ ടോപ്പ് കട്ട് ചെയ്യും. ഓക്കെ, ട്രീന്റെ ടോപ്പ് കട്ട് ചെയ്തിട്ട്, ട്രീ ടോപ്സ് അല്ലെ ട്രീസ് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ലാൻഡിലേക്ക് സൺലൈറ്റ് വരാൻ വേണ്ടിയിട്ട് ട്രീ കട്ട് ചെയ്തിട്ട് സൺലൈറ്റ് വരാൻ വേണ്ടിയിട്ട് അനുവദിക്കും. അതിനുശേഷം അവരെന്ത് ചെയ്യും? ജസ്റ്റ് ആ ഏരിയ എന്ത് ചെയ്യും? ബേൺ ചെയ്യും. ഓക്കെ, ഒരു കുറച്ച് പാച്ച് ഓഫ് ഫോറസ്റ്റ് ഏരിയ മാത്രം എന്ത് ചെയ്യും? അവർക്ക് കൃഷി ചെയ്യാൻ ആവശ്യമുള്ള സ്ഥലങ്ങൾ മാത്രം അവര് കത്തിച്ചിട്ട് കൃഷി ചെയ്യും. ആൻഡ് ആ ഒരു പാച്ച് ഓഫ് ഫോറസ്റ്റ് കത്തിച്ച് അവിടെ ആഷസ് കിട്ടില്ലേ? ആഷസ് കിട്ടും. ആഷസ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രീഷ്യസ്, ഐ മീൻ കുറച്ചും കൂടി ഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാരാണ് അല്ലെ ആഷസ് എന്ന് പറയുന്നത്. So reach the ground and burn the vegetation on the land to clear it for cultivation. അവർ ആ സ്ഥലം കത്തിച്ചിട്ട്, അപ്പം
പഴയ സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? കുറേ മരങ്ങൾ, വൃക്ഷലതാദികളുള്ള സ്ഥലങ്ങളാണ് അല്ലെ. അപ്പം അത് കുറച്ചു ഭാഗം മുറിച്ച് കത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃഷി ചെയ്യാനുള്ള ഇടം കിട്ടും അല്ലെ. വയൽ പ്രദേശം, എല്ലായിടത്തും വയൽ പ്രദേശം ആവണമെന്നില്ലല്ലോ. അപ്പം കുറെ മരങ്ങളൊക്കെ മുറിക്കേണ്ടി വരും അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുറിച്ചിട്ട് അവര് അവിടെ കത്തിച്ചിട്ട് ആ ചാരം ഒക്കെ ആക്കിയിട്ട് അവിടെ വിത്ത് വിതറുകയാണ് ചെയ്തത്. വിത്ത് അവര് ഉഴുത് മറിച്ച് അങ്ങനെ ചെയ്യല്ല ചെയ്തത്. അവര് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് നോക്കാതെ. Okay, so some of them practice the jam cultivation. They spread the ash from the firing which contain potash to fertilize the soil. അല്ലെ, അവര് ഞാൻ പറഞ്ഞു മരങ്ങൾ മുറിച്ചിട്ട് അവിടെ തീ ഇട്ടിട്ട് എന്ത് ചെയ്യും? ആഷസ് കിട്ടും അല്ലെ. ആ ആഷസിൽ എന്തുണ്ട്? പൊട്ടാഷ് കണ്ടന്റ് ഉണ്ട്. പൊട്ടാഷ് എന്ന് പറയുന്നത് സോയിലിന്റെ ഫെർട്ടിലിറ്റി നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാ സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടുന്നത്? അല്ലെ, അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് അല്ലെ. സോ ടു ഫെർട്ടിലൈസ് ദ സോയിൽ ദേ യൂസ് ദ axe to cut trees and the hoe to scratch the soil in order to prepare it for cultivation. അവർ എന്ത് ചെയ്തു? അവര് they used to cut axe to cut trees and how to scratch the soil in order to prepare it for cultivation. They broadcast the seeds, that is scattered the seeds on the field. അല്ലെ, അവരെന്ത് ചെയ്തു? അവര് സീഡ് ജസ്റ്റ് സ്കാറ്റർ ചെയ്തിട്ടു ഫീൽഡില്, on the field instead of plowing the land and sowing the seeds. അല്ലെ, അവര് ഉഴുത് മറച്ച് അങ്ങനെയൊന്നും അല്ല ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? സീഡ്സ് ഇങ്ങനെ സ്കാറ്റർ ചെയ്തിടാണ് ചെയ്തത്. Once the crop was ready and harvested, they moved to another field. അവര് ക്രോപ്പ് റെഡി ആയി അല്ലെ, അവര് ഹാർവെസ്റ്റ് ചെയ്യേണ്ട സമയമായ സമയത്ത് അവരെന്ത് ചെയ്തു? once the crop was ready to harvested, they moved to another field, a field that had been cultivated once was left fallow for several years. അപ്പം എന്താ ചെയ്തിട്ടത്? അവര് ഒരു വട്ടം അവർക്ക് ക്രോപ്പൊക്കെ അവര് ഹാർവെസ്റ്റ് ചെയ്തു അല്ലെ. അവര് കൃഷി ഇങ്ങനെ മരങ്ങൾ മുറിച്ചു, അവിടെ തീ ഇട്ടു, അവിടെ കത്തിച്ചു, അവിടെ ആഷസ് കിട്ടി, നല്ല ഫെർട്ടിലിറ്റി ഉള്ള സോയിൽ കിട്ടി, അവിടെ വിത്ത് വിതറി, അവിടെ നിന്ന് ഹാർവെസ്റ്റ് ചെയ്തു. ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അവര് ചെയ്യാം? അവരെന്ത് ചെയ്യും? ദേ മൂവ്ഡ് ടു അനദർ ഫീൽഡ്. അവര് അവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു, അവിടുന്ന് കുറെ വിളകളൊക്കെ കിട്ടി, അവർ ആ സ്ഥലം വിടും. അവിടെ വീണ്ടും ട്രീസ് വളരാൻ വേണ്ടിയിട്ട് അലോ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? വേറൊരു സ്ഥലത്തേക്ക് പോകും. ഓക്കെ, സോ എ ഫീൽഡ് ദാറ്റ് ഹാഡ് ബീൻ കൾട്ടിവേറ്റഡ് വൺസ് വാസ് ലെഫ്റ്റ് ഫാലോ ഫോർ സെവറൽ ഇയേഴ്സ്. അവര് ആ ഒരു സ്ഥലം മുറിച്ച് അതെടുത്തു കഴിഞ്ഞാൽ അവര് നെക്സ്റ്റ് വേറൊരു സ്ഥലം നോക്കിയിട്ടാ പോകും. അപ്പം അവര് സ്ഥിരതാമസക്കാരായിരുന്നില്ല. ഓക്കെ, നമ്മളിപ്പം ഒരു വീടെടുത്തു, നമ്മൾ ഒരു സ്ഥലത്ത് വീട് വെച്ചു അല്ലെ, നമുക്ക് കൃഷി ചെയ്യണം. അപ്പൊ നമ്മള് ആ വീട് അടുത്തുള്ള കുറച്ച് സ്ഥലം അല്ലെ, നമ്മുടെ വീട്ടിന്റെ പറമ്പിലോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? നമ്മൾ കൃഷി ചെയ്യും അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ കൃഷി ചെയ്യുക. അല്ലാതെ നമ്മൾ ഒരു കോഴിക്കോട് വീടെടുത്ത് വെച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് കൃഷി ചെയ്യാൻ നിൽക്കുവോ? ഇല്ല അല്ലെ. അപ്പം ഇവരെങ്ങനെയാ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇവര് അപ്പം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു കാലം പോയിട്ട് ട്രിവാൻഡ്രത്ത് പോയി, എന്നിട്ട് കുറച്ചു കാലം ട്രിവാൻഡ്രത്ത് കൃഷി ചെയ്ത് വീണ്ടും കാസർഗോഡ് പോയി, കാസർഗോഡ് കുറച്ച് കൃഷി ചെയ്തിട്ട് വീണ്ടും കൊല്ലത്തേക്ക് പോയി. ആ രീതിയിലാണോ നമ്മൾ കൃഷി ചെയ്യുക? അല്ലെ, നമ്മുടെ വീട് എവിടെയാണോ വീടുള്ളത് അതിന് അടുപ്പിച്ച് കുറച്ച് സ്ഥലത്ത് എന്ത് ചെയ്യും? നമ്മള് കൃഷി ചെയ്യും അല്ലെ. കുറച്ചൊരു ഡിസ്റ്റൻസ് ഉള്ള ലൊക്കാലിറ്റിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? കൃഷി ചെയ്യുന്നുണ്ടാവും. അല്ലാതെ ഹ്യൂജ് ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്ത് നമ്മൾ, അല്ലെങ്കിൽ ലാർജ് ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യോ? ഇല്ല. പക്ഷെ ഇവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇവര് ജം കൾട്ടിവേഷൻ ചെയ്ത ആൾക്കാര്, അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ചെയ്ത ആൾക്കാര് ഒരു സ്ഥലത്ത് ഇങ്ങനെ മരമൊക്കെ മുറിച്ച് തീയൊക്കെ ഇട്ടിട്ട് അവിടെ കൃഷി ചെയ്തു, അവര് ഹാർവെസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവർ ആ സ്ഥലം ഫാലോ ആക്കിയിട്ടിട്ട് അവർ വേറൊരു സ്ഥലത്ത് പോകും. എന്നിട്ട് അവിടെ ഇതേപോലെ തന്നെ ചെയ്തിട്ട് ആ സ്ഥലത്ത് നിന്നും ഹാർവെസ്റ്റ് ചെയ്തിട്ട് അവർ അങ്ങനെയായിരുന്നു അവരെ ലൈഫ് ലോങ് അവര് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതാണ് ജം കൾട്ടിവേഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, shifting cultivators were found in the hilly and forested tracts of northeast and central India. ഇന്ത്യയുടെ നോർത്ത് ഇതാണ്, ഈസ്റ്റ് ഇതാണ്, വെസ്റ്റ് ഇതാണ്, സൗത്ത് ഇതാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ സൗത്ത് ഭാഗത്തായിട്ടാണ് കേരളം വരിക. അപ്പം ഇന്ത്യയുടെ മാപ്പ് നിങ്ങൾ നോക്കുമ്പോൾ റാൻഡം ആയിട്ട് വരയ്ക്കുമ്പം ഈ നോർത്ത് ഈസ്റ്റ് സ്ഥലത്തുള്ളതും ഈ സെൻട്രൽ ഇന്ത്യയിലുള്ള ആൾക്കാരും എന്തായിരുന്നു? ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സ് ആയിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. The lives of these tribal people depended on free movement within forests and on being able to use the land and forest for growing their crops. So the lives of these tribal people depended on free movement within forest. അല്ലെ, അവർ ഫ്രീ മൂവ്മെന്റ് ആയിരുന്നു. and being able to use the land and forest for growing their crops. അവര് ഫോറസ്റ്റ് എന്ത് ചെയ്തിരുന്നു?
അവരുടെ ക്രോപ്സ് വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ഓൺലി വേ ദേ കുഡ് പ്രാക്ടീസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അപ്പം അതായിരുന്നു അവർക്ക് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ചെയ്യാനുള്ള ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് കുറച്ച് ആൾക്കാർ അപ്പൊ നമ്മൾ പറഞ്ഞു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ചെയ്യുന്നു. ഇനി കുറച്ച് ആൾക്കാർ എങ്ങനെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് ട്രൈബൽസില്? കുറച്ച് ആൾക്കാര് സംവെയർ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ്. ഓക്കെ, സംവെയർ ഹണ്ടേഴ്സ് ആയിരുന്നു അല്ലെ. ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹണ്ടിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ? നായാടി അല്ലെങ്കിൽ വേട്ടയാടുന്ന ആൾക്കാർ അല്ലെ. സോ സംവെയർ ജം കൾട്ടിവേറ്റേഴ്സ്. കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യായിരുന്നു? ഹണ്ടിങ് ഒക്കെ ചെയ്യും. നിങ്ങൾ പഴയ സിനിമകളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ പഴയ ട്രൈബൽ ബേസ്ഡ് ആയിട്ടുള്ള ഫിലിംസ് ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ, ഹണ്ടിങ് അല്ലെ. കുറെ ആൾക്കാർ മറ്റേ എന്താ ഹണ്ടിങ് ചെയ്യുന്ന അമ്പും വില്ലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഫിലിം ഒക്കെ കാണുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ സംവെയർ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ്. In many regions, tribal groups lived by hunting animals and gathering forest produce. Okay, അവരെന്ത് ചെയ്യും? ട്രൈബൽസ് ഹണ്ട് ചെയ്യും, ആനിമൽസിനെ ഹണ്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അവരത് കൊണ്ടുപോയിട്ട് അതിന്റെ ആ ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആണ് അവരെന്ത് ചെയ്യുന്നത്? അവര് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. They saw forest as essential for survival. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ സർവൈവലിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഫോറസ്റ്റിലാണ് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരുപാട് സാധനങ്ങൾ അവർക്ക് എടുക്കാണ്ടാവും. ഫോറസ്റ്റിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇപ്പം ഹണ്ടിങ് ചെയ്തിട്ട് തന്നെ ഈ എന്താ പറയുക ഹൈഡ്സ്, സ്കിന്നും ഹൈഡ്സ് ഒക്കെ നമ്മൾ ലെതർ ഇൻഡസ്ട്രിയിലേക്ക് പോകും അല്ലെ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഹണി കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. കാട്ടിൽ നിന്ന് ഹണി കളക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് അന്നത്തെ കാലത്താണെങ്കിൽ ഒരുപാടുണ്ട്. എലിഫന്റിന്റെ കൊമ്പുകളും ഒക്കെ പഴയ കാലത്ത് ഇതൊക്കെ എന്തായിരുന്നു? ഭയങ്കര മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡുള്ള സാധനങ്ങളായിരുന്നു. ആൻഡ് ഇപ്പൊ അതൊക്കെ എന്താണ്? ലീഗലി ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലെ. ഓരോ സാധനങ്ങളൊക്കെ എടുക്കുന്നതിനെക്കാട്ടിലും നമുക്ക് എന്താ റിസർവ്ഡ് ഫോറസ്റ്റ് ഏരിയയിലൊന്നും നമുക്കൊന്നും കയറി കളിക്കാനൊന്നും പറ്റില്ല. ഒരുപാട് കാര്യങ്ങളോ ഉണ്ട്. സോ these forest as essential for survival. The Ghans were such a community living in the forest of Orissa. They regularly went out on collective hunts and then divided the meat amongst themselves. ഇവരെന്ത് ചെയ്യും? അവര് പോയിട്ട് ഹണ്ട് ചെയ്യും. എന്നിട്ട് ഹണ്ട് ചെയ്തിട്ട് കിട്ടുന്ന മീറ്റ് ഒക്കെ അവര് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കും. ഓക്കെ, they ate fruits and roots collected from the forest and cooked food with the oil they extracted from the seeds of the sal and mahua. അവരെന്ത് ചെയ്തു? അവര് ഫോറസ്റ്റ് ആണ് ഒരുപാട് അവരുടെ ഭക്ഷണം എന്ന് പറയും. അവരുടെ ലൈഫേ ഫോറസ്റ്റ് ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, അപ്പം അവർക്കിപ്പോ നമുക്കൊരു ഫുഡ് ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കില്ല. നമുക്കിപ്പോ ഒരു ആപ്പിൾ കഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കടയിൽ പോകുന്നു, ആപ്പിൾ വാങ്ങിക്കുന്നു, പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. പക്ഷെ അവർക്ക് എന്തായിരുന്നു? അവരുടെ ഏരിയ ആണ് ഫോറസ്റ്റ്. അവർക്ക് വേണ്ട സാധനങ്ങൾ അവരിങ്ങനെ തേടി എടുത്ത് കഴിച്ചോളൂ. അപ്പൊ അവര് എന്ത് കഴിച്ചു? They ate fruits and roots collected from the forest and cooked food with the oil they extracted from the seeds of the sal and mahua. ഇപ്പം അവര് ഫുഡൊക്കെ കുക്ക് ചെയ്തു. പിന്നെ അവരെന്ത് ചെയ്തു? ഈ മഹുവ പ്ലാന്റിന്നും അതിന്റെയൊക്കെ സീഡിനും നിങ്ങൾ ആലോചിക്കുന്നുണ്ട് സീഡിൽ നിന്നും എണ്ണ കിട്ടുമെന്ന്? സീഡിൽ നിന്നും എണ്ണ കിട്ടും കേട്ടോ. ചില സസ്യങ്ങളുടെ ചില പ്ലാന്റ്സിന്റെ സീഡിൽ നിന്നും ആയിരിക്കും നമ്മൾ എണ്ണ എടുക്കുന്നുണ്ടാവുക. ഇപ്പം എണ്ണ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈവൻ നാളികേര അല്ലെ, തേങ്ങ ആണെങ്കിലും തേങ്ങയിൽ നിന്ന് നമുക്ക് എണ്ണ കിട്ടുന്നില്ലേ, വെളിച്ചെണ്ണ കിട്ടുന്നില്ലേ? അതുപോലെ നമുക്ക് സീഡ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ആവണക്കിന്റെ എണ്ണയുണ്ട്. അപ്പം അതൊക്കെ സീഡിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം സീഡിൽ നിന്നും ഓയിൽ എക്സ്ട്രാക്ഷനും ചെയ്യുന്നുണ്ട്. They used many forest shrubs and herbs for medicinal purposes and sold forest produce in the local market. അപ്പം they used many forest shrubs and herbs for medicinal purposes. അപ്പം അവർ ഒരുപാട് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ അല്ലെ, ഒരുപാട് മെഡിസിൻസ് നമുക്ക് അറിയുന്നുണ്ടാവില്ല ഇതൊക്കെ മെഡിസിൻസ് ആണോ എന്ന് പോലും. ചിലപ്പോൾ നമ്മളുടെ കണ്ണിന്റെ ചുറ്റുവട്ടത്തുള്ള കുറെ പ്ലാന്റ്സ് ഉണ്ടാവും അല്ലെ, കുഞ്ഞി പ്ലാന്റ്സ്. ഹെർബ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഭയങ്കര ചെറിയ സൈസുള്ള ചെടികളാണ്. ഷ്രബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ മരവുമായിട്ടുണ്ടാവൂല, പക്ഷെ ചെറിയ കുഞ്ഞു പ്ലാന്റും ആയിരിക്കില്ല. അപ്പൊ ഇൻ ബിറ്റ്വീൻ വരുന്നതിനാണ് നമ്മൾ ഷ്രബ് എന്ന് പറയാ.
അപ്പം അതൊക്കെ എന്തായിരിക്കും നമുക്ക് അറിയണ്ടാവില്ല. നമ്മുടെ ചുറ്റും ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കറിയോ ഇത് എത്രത്തോളം മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതാണെന്ന് നമുക്കറിയോ ഇല്ല. പക്ഷെ കാട്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാർക്ക്, ട്രൈബൽസിന് എന്തറിയായിരുന്നു ഓരോ പ്ലാന്റും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഇതിനെന്തൊക്കെ അവർക്കൊരു പനി വന്നു കഴിഞ്ഞാൽ എന്ത് പ്രകൃതിയിൽ നിന്നും എന്ത് മെഡിസിൻ എടുത്തിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ പനി മാറും എന്നൊക്കെയുള്ള നോളജ് അവർക്ക് അന്നത്തെ ജനറേഷനിൽ എന്തായിരുന്നു, വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് അല്ലെങ്കിൽ അക്യുറേറ്റ് ആയിട്ടുള്ള നോളജ് അവർക്ക് ഉണ്ടായിരുന്നു. സോ അവർക്ക് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടും അവര് ഫോറസ്റ്റിലെ ഷ്രബിനെയും ഹെർബിനെയും ഒക്കെ യൂസ് ചെയ്തു ആൻഡ് സോൾഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഇൻ ദ ലോക്കൽ മാർക്കറ്റ്. അവരെന്ത് ചെയ്യും, അവര് ഫോറസ്റ്റിൽ പോയിട്ട് എന്ത് ചെയ്യും, കുറെ സാധനങ്ങൾ അല്ലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് പുറത്തേക്ക് വിൽക്കാൻ പറ്റുന്ന അല്ലെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങള് അവര് ഫോറസ്റ്റിൽ പോയിട്ട് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കും. അങ്ങനെ അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നു. The local weavers and the leather workers turned to the khans when they needed supplies of kusamam and palash. Kusam and palash flowers to color their clothes and leather. അപ്പം ഇവരെന്ത് ചെയ്യും, ഫോറസ്റ്റിന് ട്രൈബൽസ് ഫോറസ്റ്റിൽ നിന്ന് പോയിട്ട് അതിന്റെ മെഡിസിൻസ് എടുത്തിട്ട് വരും, അല്ലെങ്കിൽ എന്തൊക്കെ പുറത്തേക്ക് എന്തൊക്കെ മാർക്കറ്റിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ ഈ ഫോറസ്റ്റിൽ നിന്ന് അവർ പോയിട്ട് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റിൽ പോയിട്ട് ലോക്കൽ മാർക്കറ്റിൽ പോയിട്ട് എന്ത് ചെയ്യും, അവരത് വിൽക്കും അല്ലെ, സെയിൽ ചെയ്യും. ആ സമയത്ത് ഒരുപാട് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള ഈ പലാശം എന്നൊക്കെ പറയുന്ന പ്ലാന്റ്, പലാശം ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലീഫൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണത്. അപ്പൊ പലാശം ഒക്കെ ആണെങ്കിലും അതെന്ത് ചെയ്യും, കളർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. അതായത് നമുക്ക് ഡൈന് പകരമായിട്ട് അല്ലെ, നമ്മൾ ഡ്രസ്സിനൊക്കെ പല കളർ കിട്ടുന്നില്ലേ, ചായങ്ങൾ കിട്ടുന്നില്ലേ, അപ്പം അതിന് പകരമായിട്ട് ഡൈങ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ കുസുമം പലാശൊക്കെ, ഇതിന്റെയൊക്കെ പൂക്കള്. സോ ഇതൊക്കെ അവരെന്ത് ചെയ്യും, അപ്പൊ ആൾക്കാർക്ക് വേണ്ടതിനനുസരിച്ച് ഇവരെടുത്ത് പറയും, അപ്പൊ ഇവര് പോയിട്ട് കളക്ട് ചെയ്യും. The local weavers and leather workers turned to the khans when they needed supplies of kusum and palash flowers to color their clothes and leather. അപ്പൊ ഇതൊക്കെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട സാധനങ്ങള് അവർ കളക്ട് ചെയ്തിട്ട് വരും. From where did these forest people get their supplies of rice and other grains? അപ്പം എവിടുന്നാണ് ഈ ഫോറസ്റ്റിലുള്ള ആൾക്കാർക്ക് ഈ റൈസ് അല്ലെ, കൃഷി വയലുകളിലാണല്ലേ, നെൽവയലിലാണ് റൈസ് ഒക്കെ ഉണ്ടാക്കുക അല്ലെ. അപ്പൊ ഫോറസ്റ്റിലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് അങ്ങനത്തെ, ഇപ്പൊ ഫോറസ്റ്റിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് റൈസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്തിട്ടുണ്ടാവുക, at times they exchanged. എന്താ ചെയ്തത്, എക്സ്ചേഞ്ച്. അപ്പം അവര് കൃഷി ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ അവർക്ക് അത് ജം കൾട്ടിവേറ്റേഴ്സ് ആണ്, കൾട്ടിവേറ്റ് ചെയ്യുന്നത്. കുറച്ച് ആൾക്കാർ എന്താ ചെയ്യുന്നത്, ഹണ്ടിങ് ചെയ്യും, അല്ലെങ്കിൽ ഫോറസ്റ്റിലുള്ള കായ്കനികൾ അല്ലെ, റൂട്ട്സും ഫ്രൂട്ട്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇവരുടെ റൈസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്ലെ അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക, അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പം at times they exchanged goods getting what they needed in return for their valuable forest produce. അപ്പം അവർക്ക് ഫോറസ്റ്റ് പ്രൊഡ്യൂസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർക്ക് എന്താണോ കിട്ടേണ്ടത് അതൊക്കെ അവരെന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. At other times they bought goods with a small amount of earnings they had. അപ്പം അവരെന്ത് ചെയ്യും, അവർക്ക് കുറച്ചൊരു ഏർണിങ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, അവർ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്ന സമയത്ത് അല്ലെ, സമയത്ത് കുറച്ചൊരു ഏർണിങ്സ് അവരുടെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും, ആ ഏർണിങ്സ് കൊടുത്തിട്ട് ഒന്നില്ലെങ്കിൽ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും അല്ലെ. ഇവരുടെ കയ്യിൽ കുറച്ച് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് അല്ലെ, ഫോറസ്റ്റ് നിന്ന് കിട്ടുന്ന എന്തെങ്കിലും സാധനം ഉണ്ടാവും. അപ്പം ഓപ്പോസിറ്റ് നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അത് കുറച്ചും കൂടി വേറൊരു ടേമില്, എന്നാലും ബാർട്ടർ സിസ്റ്റം ആണ് അല്ലെ, ഒരു കൈൻഡ് ഓഫ് ബാർട്ടർ സിസ്റ്റം അല്ലെ. ഇവർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് റൈസ് ആണ് ഇവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിലുള്ള ഫോറസ്റ്റ് പ്രൊഡക്റ്റ് എന്താണോ അത് കൊടുത്തിട്ട് അവർ റൈസ് തിരിച്ചു വാങ്ങിക്കും. അതുപോലെ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവരുടെ കയ്യിൽ പൈസ കുറച്ച് ഏർണിങ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവര് കുറച്ച് എമൗണ്ട് ഓഫ് ഏർണിങ്സ് ദേ ഹേർഡ്. സം ഓഫ് ദം ഡിഡ് ഓഡ് ജോബ്സ് ഇൻ ദ വില്ലേജസ് ക്യാരിയിങ് ലോഡ്സ് ഓർ ബിൽഡിംഗ് റോഡ്സ്. അപ്പം അവരുടെ കയ്യിൽ കുറച്ച് ഏർണിങ്സ് ഉണ്ടാവും, അപ്പൊ അത് വെച്ച് അവരെന്ത് ചെയ്യും, സാധനങ്ങൾ വാങ്ങിക്കും. സം ഓഫ് ദം ഡിഡ് ഓഡ് ജോബ്സ് ഇൻ ദ വില്ലേജസ് ക്യാരിയിങ് ലോഡ്സ് ഓർ ബിൽഡിംഗ് റോഡ്സ്. അപ്പൊ കുറച്ച് ആൾക്കാര് പൈസ വേണം അല്ലെ, ഇവർക്ക് റൈസും അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഇവർക്ക് പൈസ വേണം. അപ്പൊ ഇവരെന്ത് ചെയ്യും, കുറച്ച് ആൾക്കാര് വില്ലേജിലൊക്കെ പോയിട്ട് ലോഡിങ് അൺലോഡിങ് അല്ലാന്നുണ്ടെങ്കിൽ റോഡ് കൺസ്ട്രക്ഷൻ അല്ലെ, ബിൽഡിംഗ് റോഡ്, വൈൽ അതേഴ്സ് ലേബേർഡ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് പെസൻസ് ആൻഡ് ഫാമേഴ്സ്. അപ്പം
പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, കുറച്ച് ചെറിയ ചെറിയ പണികൾ ചെയ്യും അല്ലെ. ഫാമേഴ്സിന്റെ ഒക്കെ ലാൻഡിൽ പോയിട്ട് കുറച്ച് കൃഷിയൊക്കെ ചെയ്തു കൊടുക്കും, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ റോഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എന്താ ലോഡ്സ് ഒക്കെ ക്യാരി ചെയ്യും. ഇതിനൊക്കെ പുറത്തുള്ള കുറെ ജോലികൾ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് ഇൻകം ഏർണിംഗ് കിട്ടും. ആ ഏർണിംഗ് വെച്ചിട്ട് ഇവര് ഇത്തരം ആവശ്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നിറവേറ്റും. അപ്പൊ അതാണ് പറഞ്ഞിട്ടുള്ളത്. When supplies of forest produce shrank, tribal people had to increasingly wander around in search of work as laborers. അല്ലെ, അപ്പം ഫോറസ്റ്റിലെ സപ്ലൈ കുറയുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അവർക്ക് കുറച്ചും കൂടി ഗ്രാൻഡ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അവര് അന്വേഷിക്കണം അല്ലെ, എന്തെങ്കിലുമൊക്കെ ജോലി അന്വേഷിക്കേണ്ടി വരും. But many of them, like the Baigas of Central India, were reluctant to do work for others. അപ്പം നമ്മൾ പറയുന്നുണ്ട് എന്താണ്, ട്രൈബൽസ് എന്ന് പറയുന്നത് എന്താണ്, കാട്ടില് അല്ലെ ഫോറസ്റ്റ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അവർ കുറച്ചും കൂടി സിവിലൈസേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ് ഇല്ലാത്ത ആൾക്കാരാണെന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ ബൈഗാസ് എന്നൊക്കെ പറയുന്ന ആൾക്കാര് എന്തായിരുന്നു, അവരൊരു ഡോൺ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഡോൺ ഇൻ ദ സെൻസ് അവര് എന്താ വേറൊരാൾക്ക് കീഴിൽ പോയി ജോലി ചെയ്യുക അല്ലെങ്കിൽ വേറൊരു ജോലി ചെയ്യുക എന്ന് പറയുന്നത് എന്തായിരുന്നു, അവർ ഭയങ്കര അവരുടെ ഡിഗ്നിറ്റിയെ എഫക്ട് ചെയ്യുന്ന പോലെയായിരുന്നു അല്ലെ. അവരെന്ന് പറയുന്നത് കാടിന്റെ ഓണർ ആയിട്ടല്ലേ, കാട് അവരുടെ സ്വന്തം ഏരിയ ആണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഫോറസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം, ഫോറസ്റ്റ് നമുക്കുള്ളതെല്ലാം തരും. അതല്ലാതെ അതിന് പുറമെ എന്ത് ചെയ്യാ, വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെ വേറെ ഒരു കാറ്റഗറി അല്ലെങ്കിൽ വേറൊരു ജോലി അല്ലെ, ലൈക്ക് എന്താ റോഡ് ഉണ്ടാക്കാൻ പോവുക അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടിയിട്ട് ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഈ ബൈഗാസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ അവരുടെ ഡിഗ്നിറ്റിനെ എഫക്ട് ചെയ്യുന്ന പോലെ അവർക്ക് തോന്നാറുണ്ടായിരുന്നു. Okay, the Baigas saw themselves as people of the forest who could only live in the produce of the forest. അപ്പൊ അവരെന്താ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ബൈഗാസ് എന്ന് പറയുന്നത് ഫോറസ്റ്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടതെല്ലാം ഫോറസ്റ്റ് എന്നാണ് അവർ എടുക്കേണ്ടത്. അതിനുവേണ്ടി വേറൊരു സ്ഥലത്ത് പോയിട്ട് വേറൊരാളുടെ ജോലിക്കാരനായിട്ട് നിൽക്കുന്നത് ഇറ്റ് വാസ് ബിലോ ദ ഡിഗ്നിറ്റി ഓഫ് എ ബൈഗ ടു ബിക്കം എ ലേബറർ അല്ലെ. ബൈഗ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന്റെ ഒരു ഡിഗ്നിറ്റിയെ തന്നെ അത് ബാധിക്കുമായിരുന്നു. അവര് വേറൊരു ലേബറായിട്ട് ജോലി ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇവരുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു തിങ്കിങ് പ്രോസസ് ഉള്ള കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. Okay, so the tribal groups often needed to buy and sell in order to be able to get the goods that were not produced within the locality. Tribal groups എന്ത് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, to buy and sell in order to be able to get the goods that were not produced within the locality. This led to their dependence on traders and money lenders. Okay, അപ്പം ഈ ട്രൈബൽസിന് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങള് മാത്രമല്ല, അവർക്ക് പുറത്ത് കുറച്ച് സാധനങ്ങളിൽ അവർ ഡിപ്പെൻഡന്റ് ആവുന്നുണ്ട്. അപ്പം അത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവർ ആരുടെ ഡിപ്പെൻഡന്റ് ആവുകയാണ്, കാട്ടിൽ കിട്ടാത്ത സാധനങ്ങള് ഫോറസ്റ്റിൽ കിട്ടാത്ത സാധനങ്ങള് അവർക്ക് പുറത്ത് പോയിട്ട് വാങ്ങിക്കണം. അപ്പം അവർക്ക് ദിസ് ലെഡ് ടു ദെയർ ഡിപ്പെൻഡൻസ് ഓൺ ട്രേഡേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ് അല്ലെ. ട്രേഡേഴ്സിന്റെയും മണി ലെൻഡേഴ്സിന്റെയും ഒക്കെ ഒരു ഡിപ്പെൻഡൻസി ആയി പോവാണ് അവര്. Okay, traders came around with things for sale and sold the goods at high prices. Traders വന്നു, എന്ത് ചെയ്തു, അവരുടെ അടുത്തുള്ള സാധനങ്ങൾ അവര് നല്ല കൂടിയ വിലയ്ക്ക് അല്ലെ ഹൈ പ്രൈസസിന് പോയിട്ട് ഈ ട്രൈബൽസിന്റെ ഇടയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, സെയിൽ നടത്താൻ തുടങ്ങി. ഓക്കെ, ട്രേഡേഴ്സ് കെയിം അറൌണ്ട് വിത്ത് തിങ്സ് ഫോർ സെയിൽ ആൻഡ് സോൾഡ് ദ ഗുഡ്സ് അറ്റ് ഹൈ പ്രൈസസ്. മണി ലെൻഡേഴ്സ്, അപ്പം ട്രേഡേഴ്സ് അങ്ങനെയാണ് ഇവരുടെ അടുത്ത് ചെയ്തത് അല്ലെ. അവർ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു, അതിന് ഭയങ്കര വലിയ പൈസയും വെച്ചു. ഓക്കെ, മണി ലെൻഡേഴ്സ് എന്ത് ചെയ്തു, മണി ലെൻഡേഴ്സ് ഗേവ് ലോൺസ് വിത്ത് വിച്ച് ദ ട്രൈബൽസ് മെറ്റ് ദെയർ ക്യാഷ് നീഡ്സ്. അപ്പൊ മണി ലെൻഡേഴ്സ് വന്നിട്ട് ട്രൈബൽസിന് എന്ത് കൊടുത്തു, ലോൺ കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഈ ട്രേഡേഴ്സ് വലിയ എമൗണ്ടില് സാധനങ്ങൾ വിൽക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ട്രൈബൽസിന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പം അവിടുന്ന് മണി ലെൻഡേഴ്സ് എന്ത് ചെയ്തു, ട്രൈബൽസിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട പൈസ ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മണി ലെൻഡേഴ്സ് ഇവർക്ക് പൈസ എന്ത് ചെയ്തു, കടം കൊടുത്തു. ഓക്കെ, അപ്പം ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മണി ലെൻഡേഴ്സ് പൈസ കൊടുത്തു. ആഡിങ് ടു വാട്ട് ദേ ഏൺഡ്. അപ്പം അവരടുത്ത് കുറച്ച് പൈസ ഉണ്ടാവും അല്ലെ. അവര് ഈ ഫോറസ്റ്റിലുള്ള ട്രൈബൽസ് ഏൺ ചെയ്യുന്ന ഒരു പൈസ ഉണ്ട്, അതിന്റെ കൂടെ മണി ലെൻഡേഴ്സും കുറച്ച് പൈസ കൊടുത്തു. എന്നിട്ടാണ് അവര് ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താ പ്രശ്നം വന്നത്, ബട്ട് ഇൻട്രസ്റ്റ്
charged on loans were usually very high. അല്ലെ, മണി ലെൻഡേഴ്സ് ചുമ്മാ പൈസ കൊടുക്കുവോ? ഇല്ല. അപ്പൊ 10 രൂപയാണ് മണി ലെൻഡർ ലോൺ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും ഒരുപാട് കൂടുതലായിട്ട് അവരെന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് അല്ലെ, പലിശ വാങ്ങിക്കും, ഇൻട്രസ്റ്റ് ചുമത്തി കഴിയും. അപ്പൊ എന്ത് ചെയ്യണം? ഇവര് മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങി അത് ഇൻട്രസ്റ്റ് സഹിതം എന്ത് ചെയ്യണം? മണി ലെൻഡേഴ്സിന് തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ക്രൈസിസിലേക്ക് പോവാണ് ആര്? നമ്മളുടെ ട്രൈബൽസ്. So for the tribals, market and commerce often meant debt and poverty. അല്ലെ, അവരവസാനം കടക്കണിയിലായിപ്പോയി, അവർ ദാരിദ്ര്യത്തിലേക്കായിപ്പോയി. ആര്? ട്രൈബൽസ്. എന്തുകൊണ്ടാണ്? ട്രേഡേഴ്സ് ഭയങ്കരമായിട്ട് ഹൈ പ്രൈസ് പറഞ്ഞു, അതുപോലെ തന്നെ മണി ലെൻഡേഴ്സ് ഒരുപാട് പൈസ അല്ലെ അവരുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ തിരിച്ച് പലിശ സഹിതം കൊടുക്കേണ്ടതാണ്. They therefore came to see the money lender and trader as evil outsiders and the cause of their misery. അല്ലെ, അവസാനം അവർ മനസ്സിലാക്കാണ് അല്ലെ, ഈ ട്രൈബൽസ് മനസ്സിലാക്കാണ്, ഞാന് മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് അവര് പൈസ തന്ന സമയത്തൊക്കെ വാങ്ങിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ട്രേഡേഴ്സ് ഇത്രയും കൂട്ടി പറഞ്ഞ സമയത്ത് ഞാൻ ഇത്രയും എന്റെ പൈസ മുഴുവൻ അല്ലെ, അവരുടെ സമ്പാദ്യത്തിന്റെ കൂട്ടത്തില് അതിന്റെ പ്ലസ് ആണ് മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയും കൂടി കൊടുക്കുന്നത്. അപ്പം ഫുൾ അവരുടെ ലൈഫ് ഒരു മിസറിയിലേക്ക് ഇട്ടത്, അല്ലെങ്കിൽ ഈവിൾ ഔട്ട്സൈഡേഴ്സിനാണ് ഈ മണി ലെൻഡേഴ്സിനെയും ട്രേഡേഴ്സിനെയും ഒക്കെ ഇവര് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് 2 കാറ്റഗറി ഓഫ് ആൾക്കാർ എങ്ങനെയാ ജീവിച്ചെന്ന് പറഞ്ഞു. കുറച്ച് ആൾക്കാർ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? അവര് ജം കൾട്ടിവേറ്റേഴ്സ് ആയിരുന്നു. കുറച്ച് ആൾക്കാർ എന്തായിരുന്നു? ഹണ്ടേഴ്സും ഗ്യാദറേഴ്സും അല്ലെ. അവർ കുറച്ച് സാധനങ്ങൾ അവിടുന്ന് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഹണ്ടിങ് ചെയ്തിട്ടൊക്കെ അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ അവർ കുറച്ച് ഡിവൈഡ് ചെയ്തെടുക്കും, ബാക്കി മാർക്കറ്റിൽ, ലോക്കൽ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് എന്ത് ചെയ്യും? അവര് ഒന്നില്ലെങ്കിൽ അവർക്ക് വേണ്ട സാധനമാണെന്നുണ്ടെങ്കിൽ അവർ എക്സ്ചേഞ്ച് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ അവര് മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ പൈസയൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യും? ഈ ഹൈ പ്രൈസസ് പറയുന്ന സാധനത്തിനൊക്കെ ട്രേഡേഴ്സിന് നല്ല പൈസ കൊടുത്തിട്ട് അവര് വാങ്ങിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി സം ഹേർഡഡ് ആനിമൽസ്. കുറച്ച് ആൾക്കാര് ആനിമൽ ഹേർഡിങ് നോക്കിയേ. Many tribal groups lived by herding and rearing animals. They were pastoralists who moved with their herds of cattle or sheep according to the season. അപ്പം ഇവര് കാറ്റിലിനെ കൊണ്ടും ഷീപ്പിനെ കൊണ്ടൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. When the grass in one place was exhausted, they moved to another area. അപ്പം കാറ്റിലിനെ കൊണ്ടും ഷീപ്പിനെ കൊണ്ടൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്താ വേണ്ടത്? ഗ്രാസ് വേണം അല്ലെ, ഇവർക്കൊക്കെ കഴിക്കാൻ ഗ്രാസാ വേണ്ടത്. അപ്പം ഇവര് പോയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗ്രാസ് ഒക്കെ തീർന്നു കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവിടെ ഗ്രാസ് ഒക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വേറെ സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ ഇവര് പോയി ഗ്രാസ് അന്വേഷിച്ച് ഇങ്ങനെ നടക്കും അല്ലെ. The Van Gujaras of the Punjab hills and the Labadis of Andhra Pradesh were cattle herders. The Gadis of Kulu were shepherds and the Bakarwals of Kashmir reared goats. അപ്പം ഗോട്ട് റിയറിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ ഷിപ്പേർഡ്സ് ഉണ്ടായിരുന്നു, കാറ്റിൽ ഹേർഡേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ പല ടൈപ്പിലുള്ള ആൾക്കാര് ഉണ്ടായിരുന്നു. ഇവര് ഗ്രാസ് അന്വേഷിച്ച് ഇങ്ങനെ പോവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 3 തരത്തിലുള്ള ആൾക്കാരെ കണ്ടു. ഇനി നാലാമത്തെ ടൈപ്പ് ആൾക്കാര്. കുറച്ച് ആൾക്കാർ എങ്ങനെയാ ജീവിച്ചിട്ടുണ്ടായിരുന്നത്? സം ടുക് ടു സെറ്റിൽഡ് കൾട്ടിവേഷൻ. ജം കൾട്ടിവേഷൻ അല്ല അവര് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു? സെറ്റിൽഡ് കൾട്ടിവേഷൻ ആണ്. അതെന്താ സെറ്റിൽഡ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് even before the 19th century, many from within the tribal groups had begun settling down and cultivating their fields in one place year after year instead of moving from place to place. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കും അല്ലെ. അവരൊരു സ്ഥലത്ത് കൃഷി ചെയ്തു, അവിടെ എന്താ കത്തിച്ചു, അവിടെ കൃഷി ചെയ്തു, അവിടുന്ന് ഹാർവസ്റ്റ് ചെയ്തു, വേറൊരു സ്ഥലത്ത് പോകും അല്ലെ. അങ്ങനെ വേറെ മാറി പോകും. സെറ്റിൽഡ് കൾട്ടിവേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? they cultivating their fields in one place year after year അല്ലെ. അവർ ഒരേ സ്ഥലത്ത് തന്നെ ഓരോ വർഷം തോറും എന്ത് ചെയ്യണം? ഒരു സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യും? അവര് കൃഷി ചെയ്യും. instead of moving from place to place അല്ലെ. ഓരോ സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി പോകുന്നതിന് പകരം അവര് ഒറ്റ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യും? കൃഷി ചെയ്യും. they began to use the plow and gradually got rights over the land they lived on. അവര്
പ്ലോ യൂസ് ചെയ്യാൻ തുടങ്ങി, അവർ പ്ലോയിങ് ചെയ്യാൻ തുടങ്ങി. ഗ്രാജുവലി ഗോട്ട് റൈറ്റ്സ് ഓവർ ദ ലാൻഡ് ദേ ലിവ്ഡ് ഓൺ. അല്ലെ, അവര് കൃഷി ചെയ്യുന്നു, അവര് സെറ്റിൽഡ് കൾട്ടിവേറ്റേഴ്സ് ആണ്. അപ്പൊ അവർ ആ സെറ്റിൽ ആയ സ്ഥലത്ത് അവരുടെ സ്ഥലം തന്നെ, ഇത് ലാൻഡ് ഓണിങ് ഞങ്ങളുടെ ആണ്, ഈ സ്ഥലം ഞങ്ങളുടെ ആണ് എന്നുള്ള രീതിയിൽ അവർ അവിടെ തന്നെ സെറ്റിലായി. ആ ലാൻഡിന്റെ ഓണർഷിപ്പ് തന്നെ അവർ തന്നെ എടുക്കുകയാണ്. ഓക്കെ, in many cases like the Mundas of Chota Nagpur, the land belonged to the clan as a whole. Okay, and all members of the clan were regarded as descendants of the original settlers who had first cleared the land. Therefore, all of them had rights on the land. അല്ലെ, അവര് ആ ലാൻഡിൽ എന്ത് ചെയ്യാണ്, അവരവരുടെ അവകാശങ്ങള് സ്ഥാപിക്കുകയാണ്. Very often some people within the clan acquired more power than others. Some became chiefs and others followers. അപ്പം ഇതില് ഇങ്ങനത്തെ ആൾക്കാരുടെ ഇടയിലും കുറച്ച് ആൾക്കാർ കൂടുതൽ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഓക്കെ, കുറച്ച് ആൾക്കാർ കൂടുതൽ പവർ, അല്ലെ, അവർ കുറച്ചും കൂടി ഡോമിനേറ്റിംഗ് ആയിട്ട് എന്താവാണ്. അപ്പം അതിന്റെ ഇടയിൽ ഒരു ഡിവിഷൻ വന്നു. കുറച്ച് ആൾക്കാർ ചീഫ്സ് ആയി, കുറച്ച് ആൾക്കാർ അതിന്റെ ഫോളോവേഴ്സും ആയി. ഓക്കെ, പവർഫുൾ മെൻ ഓഫൺ റെന്റഡ് ഔട്ട് their land instead of cultivating it themselves. അപ്പം കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെ, അവരെന്ത് ചെയ്യും, അവർ കൃഷിയൊന്നും ചെയ്യാൻ വയ്യ, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവരുടെ കയ്യിൽ പവർ ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു, അവര് റെന്റിന് കൊടുത്തു. ഓക്കെ, റെന്റഡ് ഔട്ട് their land instead of cultivating it themselves. അപ്പൊ അവര് സ്വയം കൃഷി ചെയ്യേണ്ട, റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ റെന്റിന് കൊടുത്ത ആൾക്കാർ എന്ത് ചെയ്തോളും, കൃഷി ചെയ്തോളും. അപ്പം കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തു, റെന്റഡ് ഔട്ട് their land instead of cultivating it themselves. Okay, British officials so settled tribal groups like the Gonds and Santals are more civilized than hunter-gatherers or shifting cultivators. അപ്പം ബ്രിട്ടീഷേഴ്സ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അതെ, ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സെറ്റിൽഡ് ആയിട്ടല്ലേ ജീവിക്കുന്നത്, ഒരു സ്ഥലത്ത് സെറ്റിൽ ആയിട്ടല്ലേ ജീവിക്കുന്നത്. നമ്മള് ഓരോ ദിവസവും വേറെ സ്ഥലത്താണോ വീട് വെച്ച് പോകുന്നത്? അല്ല, നമ്മളൊരു സ്ഥലത്ത് വീട് വെക്കുന്നു, അവിടെ അങ്ങ് സ്റ്റേ ചെയ്യുന്നു, അങ്ങനെയല്ലേ. അപ്പൊ ബ്രിട്ടീഷേഴ്സ് കണ്ടിട്ടുള്ളത് ഈ സെറ്റിൽഡ് കൾട്ടിവേറ്റേഴ്സ്, അല്ലെ, ഒരു സ്ഥലം വീട്, അതിന്റെ പരിസരത്ത് കൃഷി ചെയ്ത് അങ്ങനെ പോകുന്ന ആൾക്കാര് കുറച്ചും കൂടി സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഈ ഹണ്ടേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താണ്, കുറച്ചും കൂടി ഓൾഡർ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിലാണ് അവര് ട്രൈബൽ ഗ്രൂപ്പ്സ് ഗോൺസ് ആൻഡ് സന്താൽസ് ആർ മോർ സിവിലൈസ്ഡ് ആൻഡ് ഹണ്ടർ ഗാദേഴ്സ് ഓർ ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സ്. ദോസ് ഹു ലിവ്ഡ് ഇൻ ദ ഫോറസ്റ്റ് ദേ ആർ കൺസിഡർഡ് ടു ബി വൈൽഡ്. അവര് ഫോറസ്റ്റിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ കുറച്ചും കൂടി വൈൽഡ് ആയിട്ട് കണ്ടിട്ട് ആൻഡ് സേവേജസ്. they needed to be settled and civilized. അപ്പം ഫോറസ്റ്റിൽ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ കുറച്ചും കൂടി വൈൽഡ് ആയിട്ടാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അവര് കുറച്ചും കൂടെ ഒന്ന് സെറ്റിൽഡ് ആയിരുന്നു, നാട്ടിൻ പുറത്തേക്കുള്ള ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ കാട്ടില് ജീവിക്കുന്ന രീതി അല്ലെ. അപ്പൊ കുറച്ചും കൂടി ഒന്ന് സിവിലൈസ്ഡ് ആയിട്ട് സെറ്റിൽഡ് ആയിട്ട് ജീവിക്കണം എന്നാണ് ബ്രിട്ടീഷേഴ്സ് പറയുന്നുണ്ടായിരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മള് ഫോറസ്റ്റിൽ ജീവിക്കുന്ന ആൾക്കാര് കുറച്ചുപേര് ജം കൾട്ടിവേഷൻ ചെയ്തു, കുറച്ചുപേര് മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നും ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തു, മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു. കുറച്ചുപേര് വേറെ ഹണ്ടിങ് ചെയ്തു, കുറച്ചുപേര് എന്ത് ചെയ്തു, വേറെ പല രീതിയിലായിട്ട് ആണ് ജീവിക്കുന്നത്, അല്ലെ. കുറച്ച് ആൾക്കാര് സെറ്റിൽഡ് കൾട്ടിവേറ്റേഴ്സും ഉണ്ടായിരുന്നു. സോ ആ രീതിയിലായിരുന്നു, പല രീതിയിലായിട്ടായിരുന്നു അവര് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാർ നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മള് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചാപ്റ്ററിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്